ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ദർ ഇസ് എ ലിമിറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലെ പ്രവർത്തനങ്ങളായിരുന്നു. എന്താ ഇതിന്റെ മലയാളം? അധികമായാൽ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളായിരുന്നു. ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. രാജാവിന്റെ കഥയാണ് പറഞ്ഞത്. രാജാവ് മാംഗോസ് മാമ്പഴം തിന്നുന്ന കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പാഠഭാഗം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇത് മാത്സിൽ സംഖ്യകൾ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുന്നതും കൂട്ടുന്നതും കുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഈ 46 പേജ് നമ്പർ 46 ഹൗ മെനി ലഡൂസ് എന്ന് പറയുന്ന ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മലയാളത്തില് 46-ാമത്തെ പേജിൽ ലഡു എത്ര എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നമ്മോട് ചെയ്യാൻ പറഞ്ഞ മറ്റൊരു പ്രവർത്തനം താഴേക്ക് വന്നാൽ കണക്ഷൻസ് എന്ന് പറയുന്ന ഈ പ്രവർത്തനം 49 പേജ് നമ്പർ 49 വരച്ചു ചേർക്കാം എന്ന് പറയുന്ന പ്രവർത്തനം കണക്ഷൻസ്. ഇതിന്റെ മലയാളം വരച്ചു ചേർക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനം. ടെക്സ്റ്റ് ബുക്കിലെ ഈ രണ്ട് പ്രവർത്തനങ്ങളും മറ്റൊരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട്. ഇതായിരുന്നു ആ പ്രവർത്തനം. എന്താണ്? 55 55 എങ്ങനെയൊക്കെ കൂട്ടിയാൽ 55 കിട്ടും എന്നുള്ളതായിരുന്നു. അത് രണ്ട് ഭാഗം ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ട് പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. ഈ 3 വർക്കാണ് ഇന്നത്തെ മാത്സുമായി ബന്ധപ്പെട്ട് തന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ നോക്കൂ, 55 55 5 ഒന്നുകളും 5 പത്തുകളും 5 വൺസും 5 ടെൻസും ചേർന്ന സംഖ്യയാണ്. അത് എങ്ങനെയൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 40യോടുകൂടി 15 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 55 കിട്ടും. 32 കൂടി 23 കൂടി ആഡ് ചെയ്താൽ 32 കൂടി 23 കൂടി ആഡ് ചെയ്താൽ 55 കിട്ടും. ഇനി 20 കൂടി എത്ര ആഡ് ചെയ്താലാണ് 55 കിട്ടുക? 10 കൂടി എത്ര ആഡ് ചെയ്താലാണ് 55 കിട്ടുക? ഈ മാത്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് നോക്കൂ, ഇത് ഒരു സംഖ്യയാണ്. ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ പൂർത്തിയാക്കുക. ഓരോ സംഖ്യയാണ് തന്നത്. നമുക്ക് എങ്ങനെ ഈ 55 കൂടി 10 കൂടി എത്ര കൂടി കൂട്ടിയാൽ 55 കിട്ടും എന്നുള്ളത് കാണാനുള്ള വഴി എന്താ? അതിനൊരു മറുവശം കൂടി ഉണ്ട്. അതാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. 55 നിന്നും 10 കുറയ്ക്കുക അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ആ ഉത്തരം ഇവിടെ എഴുതിയാൽ അത് രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 55 കിട്ടും. അങ്ങനെ തന്നെ 20 കൂടി എത്ര കൂട്ടിയാൽ 55 കിട്ടും എന്നുള്ളതിന്റെ ആൻസർ എന്താണ്? 55 നിന്നും 20 കുറയ്ക്കുക. 55 നിന്നും 55 മൈനസ് 20. 55 നിന്ന് 20 കുറച്ചാൽ എത്രയാണോ കിട്ടുക ആ സംഖ്യ ഇവിടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ആ സംഖ്യയും ഈ സംഖ്യയും കൂടി ചേർന്നാൽ ഈ സംഖ്യ കിട്ടും. ഓക്കെ, ഈ വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത് നോക്കാം. നോക്കൂ, ആദ്യം നമ്മൾ ചെയ്യുന്നത് 55 മൈനസ് 20 ആണ്. 55 മൈനസ് 20 55 കുറക്കണം 20. ഞാൻ ഇവിടെ എഴുതി ചെയ്യുന്നുണ്ടത്. ആദ്യം 55 മൈനസ് 20. ഇതെങ്ങനെ നമ്മൾ മൈനസ് ചെയ്യാം? 5 വൺസിൽ നിന്നും 0 വൺസ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. 5-ൽ നിന്ന് 0 പോയാൽ എത്രയാണ്? 5-ൽ നിന്ന് 0 പോയാൽ 5 തന്നെയാണ് അല്ലെ. ക്ലിയർ. ഇനി ടെൻസ് ആണ് ഇവിടെ ഉള്ളത്. 5 ടെൻസിൽ നിന്ന് 2 ടെൻസ് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 5 ടെൻസിൽ നിന്നും 2 ടെൻസ് മൈനസ് ചെയ്താൽ 3 ടെൻസ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ആൻസർ കിട്ടിയത്? 35. അപ്പം 20 കൂടി എത്ര കൂട്ടിയാലാണ് 55 കിട്ടുക? 20 കൂടി 35 കൂടി ആഡ് ചെയ്താൽ 55 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 35 എന്ന് എഴുതാം. ഞാൻ അവിടെ 35 എന്ന് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 35 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 55. ക്ലിയർ ആണല്ലേ? ഇനി അടുത്തത് 10 കൂടി എത്ര ചേർന്നാണ് 55 കിട്ടുക? അതിനെന്താണ് മറുവശം പറഞ്ഞത്? 55 മൈനസ് 10. 55 മൈനസ് 10 ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 55 മൈനസ് 10 നേരത്തെ ചെയ്തതുപോലെ തന്നെ 5-ൽ നിന്ന് 0 കുറച്ചാൽ എത്രയാണ്? 5 1-ൽ നിന്ന് 0 കുറച്ചാൽ 5 തന്നെയാണ് അല്ലെ. ഓക്കെ, 5 10-ൽ നിന്ന് ഒരു 10 കുറച്ചാൽ എത്രയാണ്? 4 10. അപ്പൊ എത്ര ഉത്തരം കിട്ടിയ? 45. എത്രയാണ്? 45. അപ്പം 55-ൽ നിന്നും 10 കുറച്ചാൽ 45 കിട്ടും. അപ്പൊ 10 കൂടി 45 ചേർത്താൽ എത്ര കിട്ടും? 55 കിട്ടും. ഓക്കെ, അതല്ലേ നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം 45. അപ്പൊ നോക്കൂ, 45 പ്ലസ് 10 അല്ലെങ്കിൽ 10 പ്ലസ് 45 ഈസ് ഈക്വൽ ടു 55.
അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ഈ കണക്കൊന്ന് ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതുപോലെ വേറെയും സംഖ്യ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 46 പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് ഹൗ മനി എന്നാണ്. ഈ പ്രവർത്തനത്തിന്റെ പേര് എത്രയാണ്? ഹൗ മനി. 55 ലഡൂസ് ആർ പുട്ട് ഇൻ 2 plates. 55 ലഡുകള് 2 പ്ലേറ്റുകളിലായി വെച്ചു. 15 ലഡൂസ് ഇൻ 1 plate. ഒരു പ്ലേറ്റിൽ 15 ലഡുകൾ ഉണ്ട്. ഒരു പ്ലേറ്റിൽ എത്ര ലഡുകളാണുള്ളത്? 15 ലഡുകൾ. ഹൗ മനി ഇൻ സെക്കൻഡ് പ്ലേറ്റ്? രണ്ടാമത്തെ പ്ലേറ്റിൽ എത്രയുണ്ട്? ഇതാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ നേരത്തെ ഒരു കണക്ക് ചെയ്ത് 55നോട് എത്ര ചേർന്നാൽ, ഒരു സംഖ്യയോട് കൂടി എത്ര ചേർന്നാൽ 55 കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. 55 ലഡു ആണ് ആകെ ഉള്ളത്. ഒരു പ്ലേറ്റിൽ 15 ലഡു ഉണ്ട്. മറ്റേ പ്ലേറ്റിൽ എത്ര ഉണ്ട് എന്നാണ് കണ്ടത്. അത് കണ്ടെത്താനുള്ള വഴി എന്താണ്? എങ്ങനെയായിരിക്കും? 55ൽ നിന്നും 15 കുറച്ചാൽ പോരെ? 55 മൈനസ് 15 അത് ചെയ്താൽ പോരെ? അപ്പൊ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് ആണ്. മലയാളത താഴെ ലഡു എത്ര? 55 ലഡു 2 പാത്രങ്ങളിലായി വെച്ചിരിക്കുന്നു. ഒന്നിൽ 15 എണ്ണം ഉണ്ട് എങ്കിൽ രണ്ടാമത്തതിൽ എത്രയുണ്ട് എന്നാണ്. ഓക്കെ, ഈ വർക്ക് നമുക്ക് ചെയ്തു നോക്കാം. സ്വന്തമായി ചെയ്തു നോക്കൂ. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. ഞാൻ ആദ്യം 55 മൈനസ് 15, 55 കുറക്കണം 15 ഞാൻ അവിടെ എഴുതാം കേട്ടോ. 55 മൈനസ് 15 ക്ലിയർ ആണല്ലേ? ഇനി നമ്മൾ 5 വൺസിൽ നിന്നും 5 വൺസ് കുറക്കും. എത്രയാണ്? 5ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 0. പിന്നെ 5 ടെൻസിൽ നിന്നും 1 ടെൻസ്, ആ 5 10ൽ നിന്നും ഒരു 10 കുറച്ചാൽ എത്രയാണ്? 40. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 40. 55ൽ നിന്നും ഒന്നാമത്തെ പ്ലേറ്റിലുള്ള 15 കുറച്ചു. അപ്പൊ എത്ര ബാക്കി എത്ര ഉണ്ട്? 40 ഉണ്ടാകും. ആ 40 അല്ലേ സെക്കൻഡ് പ്ലേറ്റിൽ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 40 എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ പറഞ്ഞതല്ലേ? 55 മൈനസ് 15, 55ൽ നിന്ന് 15 പോയാൽ 40 കിട്ടും. ആ 40 ആണ് സെക്കൻഡ് പ്ലേറ്റിൽ ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് നോക്കാം. താഴേക്ക് വന്നാൽ കണക്ഷൻസ് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. എന്താ ഈ പ്രവർത്തനം? കണക്ട് ഈച്ച് സം ടു ദി കറക്റ്റ് ആൻസർ എന്നാണ്. ഓരോന്നിന്റെയും സമ്മ് കണ്ടിട്ട് അതുപോലെ തന്നെ മൈനസ് കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ വരച്ച് ചേർക്കണം. ഏതാണ് സംഖ്യ എന്നുള്ളതിലേക്ക് വരച്ച് ചേർക്കണം. ഓക്കെ, നമുക്കിവിടെ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? കൂട്ടാനുണ്ട്, കുറക്കാനുണ്ട്. ഇംഗ്ലീഷ് മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും എഴുതി കൂട്ടി നോക്കാം. ആദ്യം ഞാൻ ഇവിടെ നിന്ന് എഴുതുന്നത് 16 പ്ലസ് 12. 16 പ്ലസ് 12 നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യം ഇവിടെ 16 പ്ലസ് 12 ഒന്ന് ചെയ്ത് നോക്കാം. 16 പ്ലസ് 12 16 കൂട്ടണം 12. ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലെ? 6ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 8. 1 1 കൂട്ടിയാൽ എത്ര? 28. ക്ലിയർ അല്ലേ? 28. അപ്പൊ നമുക്ക് ഇതാ ഇവിടുന്ന് വരച്ച് ചേർക്കാം 28. ഇനി അടുത്തത് നമ്മൾ 35 പ്ലസ് 24 35 പ്ലസ് 24. അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 35 പ്ലസ് 24. 5ഉം 4ഉം എത്രയാണ്? 9. 3ഉം 2 എത്രയാണ്? 5. എത്രയാണ്? 59. ക്ലിയർ അല്ലേ? 59. ഇവിടെ തന്നെ 59 നമുക്ക് വരച്ച് ചേർക്കാം. ഇനി അടുത്ത് 32 പ്ലസ് 44. 32 പ്ലസ് 44 ഇവിടെ എഴുതാം. 32 പ്ലസ് 44. നോക്കൂ, 2ഉം 2 എത്രയാണ്? 2ഉം 4ഉം എത്രയാണ്? 6. 3ഉം 4ഉം എത്രയാണ്? 7. 76. ആ ഉത്തരം നമുക്ക് ഇതാ ഇവിടെ വരച്ച് ചേർക്കാം. അഡീഷന്റെ 3 ഉത്തരവും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സബ്ട്രാക്ഷൻ ആണ്, കുറക്കലാണ്. 39 മൈനസ് 11 39 മൈനസ് 11 അത് നമ്മൾ ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ. കുറച്ചുകൂടി വ്യക്തമായ സ്ഥലത്ത് എഴുതാം. 39 മൈനസ് 11. ക്ലിയർ അല്ലേ? 9 ഒന്നിൽ നിന്നും 1 പോയാൽ എത്രയാണ്? 8 1 ബാക്കി ഉണ്ടാവും. 3 ടെൻസിൽ നിന്നും 1 ടെൻസ് പോയാൽ എത്രയാണ്? 2 ടെൻസ് ബാക്കി ഉണ്ടാവും. അപ്പൊ എത്ര ഉത്തരം കിട്ടിയത്? 28. നമുക്കിതാ ഇവിടെ വരച്ച് ചേർക്കാം. 28. ക്ലിയർ ആണല്ലേ? അടുത്തത് രണ്ടാമത് 79 മൈനസ് 20 79 മൈനസ് 20 ഞാൻ ഇവിടെ എഴുതിയാണ്. 79 മൈനസ് 20 79 മൈനസ് 20. 9 1ൽ നിന്നും 0 1 പോയാൽ എത്ര ഉണ്ടാകും? 9 തന്നെയാണ് അല്ലെ? ഓക്കെ, 7 10 2 10 പോയാൽ 5. ഉത്തരത്താണ് 59. ക്ലിയർ അല്ലേ? 59. ഇവിടെ
ഉത്തരം 59. ക്ലിയർ ആണല്ലോ. അടുത്തത് അവസാനത്തത് 98 മൈനസ് 22, 98 മൈനസ് 22. നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 98, 98 മൈനസ് 22. ക്ലിയർ ആണല്ലേ? 8 നിന്നും 2 പോയാൽ 6. ക്ലിയർ അല്ലേ? 9, 10 നിന്നും 2, 10 പോയാൽ 7, 76. ഇവിടെ ഉണ്ടോ? ഇതാ ഇവിടെ 76. ഓക്കെ, ക്ലിയർ ആണല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇവിടെ സബ്ട്രാക്ഷനും അഡീഷനും വരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. അത് കൃത്യമായി നമ്മൾ പറയുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ 2 കണക്കുകളും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സബ്ട്രാക്ട് ചെയ്യാനും അഡീഷൻ ചെയ്യാനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പാഠങ്ങളും നമ്മൾ ചെയ്തത്. ഇന്ന് ഈ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമാൻഡായി വീഡിയോക്ക് താഴെ അത് നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നിങ്ങൾ ചെയ്തു പഠിക്കുകയും വേണം. ഗണിത കിറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ടീച്ചർ ഇന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഗണിത കിറ്റ് വീട്ടിൽ രൂപീകരിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. ഓക്കെ, ഇതിന്റെ പുതിയ ഭാഗങ്ങളുമായി പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.